അടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിലൊന്ന് അന്വേഷിച്ച് നോക്കാം. ഇനി അവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ടുണ്ടെങ്കിലോ? അഖിലയുടെ ഫോണിൽ അഭിമന്യു വിളിക്കുന്നു. അവന്റെ ഒരു ഫോൺ വിളി. മനുഷ്യനിവിടെ നെക്ലേസ് കിട്ടാതെ വേവ് പിടിച്ച് നടക്കുമ്പോഴാ എന്നെ പോലെ എല്ലാവരും ടെൻഷൻ അടിച്ച് നടക്കട്ടെ. അയ്യോ അഖില, അമൃതേച്ചി അന്വേഷിക്കാന്ന് പറഞ്ഞിട്ട് അഭേട്ടന്റെ ഒരു വിവരവും ഇല്ലല്ലോ. അഖിലേച്ചി വേണ്ടാന്ന് പറഞ്ഞതാണെങ്കിലും നമുക്ക് ആകാശേട്ടനൊന്ന് വിളിച്ചു നോക്കാം. അഖിലേച്ചി ധിക്കരിച്ച് നമ്മൾ ആകാശേട്ടനെ വിളിച്ച പിന്നീട് അത് വലിയ പ്രശ്നമാവും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? സഹദേവം അവനെ വിളിക്കാം, അപ്പൊ പ്രശ്നമില്ലല്ലോ. അത് ഐഡിയ, നീ വിളിക്ക. സ്വാമിനി അമ്മ, എന്തെങ്കിലും മിഴിച്ചു നിൽക്കുന്നേ? സ്വാമിനിയമ്മ വന്നിട്ടില്ലേ? ബാ പോയി സ്വീകരിക്കാം. സ്വാമിനിയമ്മ കൃത്യസമയത്താ വന്നത്. ഞങ്ങളുടെ അമൃതേച്ചി കാണാനില്ല. അമ്മ എങ്ങനെയെങ്കിലും ഞങ്ങളുടെ അമൃതേച്ചി കണ്ടുപിടിച്ച് തരണം. നിങ്ങൾ പഞ്ചരത്നങ്ങളുടെ താങ്ങും തണലുമായ അമൃതയ്ക്ക് യാതൊരു ആപത്തും സംഭവിച്ചിട്ടില്ല. പക്ഷേ അമൃതേച്ചി എവിടെയുള്ളത് സ്വാമിനിയമ്മേ? ഞങ്ങൾ ഇനി അന്വേഷിക്കാൻ ഒരിടവും ബാക്കിയില്ല. അവളുടെ മനസ്സിലെ സങ്കടങ്ങളും ആശങ്കകളും അകറ്റി ഊതിക്കാച്ചിയ പൊന്നുപോലെ അവളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അമൃതമോളെ വിളിക്കൂ. പഞ്ചരത്നത്തിലെ അമൃതയ്ക്ക് ഇന്നു മുതൽ പുതിയ മുഖം.
അമൃതേച്ചി ഞങ്ങളെയൊക്കെ പീഡിപ്പിച്ച് കളഞ്ഞല്ലോ. ഇപ്പൊ അതൊക്കെ മാറിയില്ലേ? വാ. ആരാധ്യയ്ക്കും ആതിരയ്ക്കും പോലീസിൽ ജോലി കിട്ടാൻ പോവല്ലേ? നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് അമൃതമോൾക്ക് നല്ല ആശങ്കയുണ്ടായിരുന്നു. അത് ചോദിച്ചറിയാനാ ഇവൾ എൻ്റെ അടുത്തേക്ക് വന്നത്. നിങ്ങളുടെയൊക്കെ ഭാവിയും ജീവിതവും ഓർത്തുള്ള ചിന്തകൾ മാത്രമേ അമൃതയുടെ മനസ്സിലുള്ളൂ. നിങ്ങൾക്ക് വേണ്ടിയാ അവൾ ജീവിക്കുന്നത് തന്നെ. അമ്മയുടെ സ്ഥാനത്താ നിങ്ങൾക്കിവൾ. ഇവളുടെ വാക്കുകൾ അനുസരിച്ചാ നിങ്ങൾക്കൊരിക്കലും പശ്ചാത്തപിക്കേണ്ടി വരില്ല. എല്ലാവർക്കും ഈശ്വരൻ നല്ലത് വരുത്തട്ടെ. എന്നാ അമ്മ ഇറങ്ങട്ടെ മക്കളെ. അയ്യോ, ഇവിടെ വരെ വന്നിട്ട് പഞ്ചരത്നത്തിൽ കയറാതെ പോവാണോ? ഇന്ന് വേണ്ട. നിങ്ങളുടെ ആതിഥ്യം സ്വീകരിക്കാൻ ഞാൻ മറ്റൊരു ദിവസം തീർച്ചയായും വരും. സ്വാമിനി അമ്മ കാണാൻ പോവായിരുന്നെങ്കിൽ അതൊന്ന് പറഞ്ഞിട്ട് പൊക്കൂടായിരുന്നോ? പറഞ്ഞിട്ട് പോവാൻ തന്നെയായിരുന്നത്. പക്ഷെ പറയാൻ ചെന്നപ്പോ ഇവള് നല്ല ഉറക്കം. ഉണർത്താൻ തോന്നിയില്ല, അതുകൊണ്ടാ. അല്ല, ഞാൻ പക്ഷെ സിസിലിയടുത്തോട് പറഞ്ഞിട്ടാണല്ലോ പോയത്. അതെ. അപ്പൊ ചേട്ടത്തോട് പറഞ്ഞിട്ടാണോ അമൃതേച്ചി പോയത്? അതെ, ആരോടും പറയാതെ ഞാൻ എങ്ങനെ ഇറങ്ങിപ്പോയാ? നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന എനിക്കറിയില്ലേ. അതുകൊണ്ട് ഞാൻ സിസിലിയടുത്തോട് പറഞ്ഞിരുന്നു. എന്നിട്ട് എന്ത് പണിയാ സിസിലി എടുത്ത് കാണിച്ചത്? സിസിലി എടുത്തോട് ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചു ചേച്ചിയുടെ കാര്യം. അത് പിന്നെ അപ്പൊ ഞാന് അത് ഞങ്ങൾ ഇത്ര തീ തിന്നത് കണ്ടപ്പോഴും ചേട്ടത്തി കമാന്നൊരു അക്ഷരം മിണ്ടിയില്ലല്ലോ. അല്ല, അമൃതമോൾ എന്തോ വന്ന് പറഞ്ഞു എന്നുള്ളത് നേരാ. പക്ഷേ ഞാൻ എന്തോ മനോരാജ്യം കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് എന്റെ മനസ്സിലോട്ട് അത് കേറിയില്ല മക്കളെ. കൊള്ളാം, നല്ല ബെസ്റ്റ് പാർട്ടിയാ. ഞാൻ മനഃപൂർവ്വം പറയാത്തത് തന്നെയാ. കുഴിച്ചിട്ട നെക്ലേസ് കിട്ടാതെ ഞാനിവിടെ ഉരുകി ജീവിക്കുമ്പോ നീ ഒന്നും അങ്ങനെ സമാധാനമായി ജീവിക്കണ്ട. അയ്യോ, കാലമട വന്നല്ലോ. ചേച്ചി എവിടെ? താൻ ഞങ്ങളെ വല്ലാതെ ടെൻഷൻ അടുപ്പിച്ച് കളഞ്ഞല്ലോ. ആശ്രമത്തിലാ പോയെന്ന് ഓട്ടോ സ്റ്റാൻഡിൽ നിന്നാ വിവരം കിട്ടിയത്. അതൊക്കെ പോട്ടെ, താനെന്താ ഫോൺ എടുക്കായിരുന്നത്? ആ, അങ്ങനെ ചോദിക്കാം ബേട്ടാ. ഞങ്ങൾ എല്ലാവരും എത്ര പ്രാവശ്യം വിളിച്ചു. എന്താ പറ്റിയത്? എന്റെ ഫോൺ സൈലന്റിലായിരുന്നു, അതുകൊണ്ട് റിങ് കേട്ടില്ല എന്നുള്ളതാ സത്യം. പിന്നെ ആശ്രമത്തിലേക്ക് കയറുമ്പോ ഞാൻ ഫോൺ സ്വിച്ച് ഓഫും ചെയ്തിരുന്നു. അല്ല, ആശ്രമത്തിലേക്കാ പോകുന്നതെന്ന് ഞാൻ അനക്കെ വിളിച്ചു പറഞ്ഞിരുന്നല്ലോ. അവളും അത് പറഞ്ഞില്ലേ? ആ, കണ്ടില്ലേ, അനകേച്ചി വിളിക്കാൻ ഞാൻ പറഞ്ഞല്ലേ നിന്നോട്. അപ്പൊ അനകേച്ചിക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ ഡ്യൂട്ടി ആണെന്നും വിളിച്ചാ കിട്ടില്ലെന്നും നീയല്ലേ പറഞ്ഞേ? അന്നേരം തന്നെ അനകേച്ചിയെ വിളിച്ചിരുന്നെങ്കിലേ നമ്മൾ ഇത്രയും ടെൻഷൻ അടിക്കേണ്ടി വരുമായിരുന്നോ? ഒരബദ്ധമൊക്കെ ഏത് പോലീസുകാരിക്കും പറ്റും ചേച്ചി. ആ പറഞ്ഞത് 100% ശരിയാ. അപ്പോഴേക്കും എസ്ഐമാർ രണ്ടുപേരും ഒറ്റക്കെട്ടായല്ലോ. വാ
വാ അഭിയേട്ടാ, അകത്തേക്ക് ഇരിക്കാം. ആ വരാം. അമൃത, ഒരു മിനിറ്റ്. പിടിച്ചേ, ഇനി പോരാ. വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുക, തന്റെ മുഖത്തൊരു ടെൻഷൻ ഉണ്ടല്ലോ. ഏയ്, അത് അഭിമന്യുവിന് വെറുതെ തോന്നതാ. എന്തിനാ താൻ എന്നോട് കള്ളം പറയുന്നത്? തന്റെ മനസ്സിൽ എന്തെങ്കിലും സങ്കടം കയറിക്കൂടിയാ അത് കൃത്യമായിട്ട് ഈ മുഖത്തൊന്ന് വായിച്ചെടുക്കാൻ എനിക്ക് പറ്റും. എന്നോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പറഞ്ഞാൽ മതി. ഇനി അതല്ല, ഞാൻ അറിയേണ്ടാത്ത കാര്യമാണെങ്കിൽ പറയണ്ട. അങ്ങനെ അഭിമന്യു അറിയേണ്ടാത്ത ഒരു കാര്യവും എന്റെ ജീവിതത്തിലില്ല. എന്റെ ജീവിതത്തിൽ ചിന്മയി ദേവി എന്ന സ്വാമിനിയമ്മയ്ക്കുള്ള സ്ഥാനം എന്താണെന്ന് അഭിമന്യുവിന് അറിയാലോ. എന്റെ അനിയത്തിമാരുടെയും ജീവിതത്തിൽ എന്ത് മാറ്റങ്ങൾ സംഭവിക്കുമ്പോഴും ഞാൻ ചെന്ന് സ്വാമിനിയമ്മയുടെ ഉപദേശം സ്വീകരിക്കാറുണ്ട്. ഇപ്പോ ആതിരയ്ക്കും ആരാധ്യയ്ക്കും SI ട്രെയിനിങ്ങിനുള്ള സെലക്ഷൻ മെമ്മോ വന്നിരിക്കുകയാണല്ലോ. അവരുടെ ഭാവി കാര്യങ്ങൾ സ്വാമിനിയമ്മയോടൊന്ന് ചോദിച്ചറിയാമെന്ന് വെച്ചു. അതിനാ ഞാൻ ആശ്രമത്തിലേക്ക് പോയത്. എന്നിട്ട് അവരുടെ കാര്യത്തിൽ സ്വാമിനിയമ്മ എന്താ പറഞ്ഞ? ധ്യാനത്തിൽ ചില ദോഷങ്ങൾ തെളിഞ്ഞു കണ്ടായിരുന്നു. എന്താ സ്വാമിനിയമ്മേ? ആതിരയ്ക്കും ആരാധ്യയ്ക്കും ചില സമയദോഷങ്ങളുണ്ട്, സൂക്ഷിക്കണം. അയ്യോ, ഇരുവരും ഇരട്ടകളായതുകൊണ്ട് രണ്ടാളെയും അതൊരുപോലെ ബാധിക്കും. അതിൽ തന്നെ ജനന സമയത്തിൽ ചെറിയ വ്യത്യാസം ഉള്ളതുകൊണ്ട് ആരാധ്യയുടെ സമയമാണ് കൂടുതൽ മോശം. അവർക്കെന്തെങ്കിലും ആപത്ത്? ആരാധ്യയ്ക്ക് മരണത്തോളം എത്താവുന്ന അപകടങ്ങൾ വരെ ഉണ്ടായേക്കാം. ആതിരയ്ക്ക് മനസമാധാനക്കേടും അലച്ചിലുമാണ് കാണുന്നത്. ഈ പരീക്ഷണങ്ങളൊക്കെ ഇന്ന് തീരും എന്റെ ദൈവമേ. എല്ലാവരുടെയും ജീവിതങ്ങൾ ദൈവത്തിന്റെ പരീക്ഷണങ്ങൾ നിറഞ്ഞതാ മോളെ, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം അമ്മ തന്നെ പറഞ്ഞു തരണം. എന്റെ അനിയത്തിമാരെ രക്ഷിക്കണം. എന്റെ അനിയത്തിമാരെ എന്റെ ലോകം. അവർക്കാർക്കെങ്കിലും ഒരു പോറൽ പോലും ഏറ്റാ സഹിക്കാൻ പറ്റില്ല എനിക്കത്. ധ്യാനത്തിൽ ശ്രീകൃഷ്ണന്റെ ജനനമാണ് സൂചനയായി കണ്ടത്. എന്നുവച്ചാ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിക്കാൻ ഭഗവാൻ കൃഷ്ണനെ പോലെ ഒരാളുണ്ടാകുമെന്ന് സാരം. പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ ആരാധ്യയോടും ആതിരയോടും പറയണം. എല്ലാ ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഗുണം ചെയ്യും. ഇത്രയും അന്ധവിശ്വാസം വേണോ? ആത്മവിശ്വാസവും കരുതലും പ്രയത്നവും കൊണ്ട് മറികടക്കാവുന്ന തടസ്സങ്ങളെ ഈ ലോകത്തുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം. അഭിപ്രായം മാത്രമല്ല, അനുഭവം. പക്ഷേ മരണത്തോളം എത്താൻ പറ്റുന്ന ഒരു അപകടമൊക്കെ സംഭവിക്കുന്ന അമ്മ പറഞ്ഞപ്പോ ആകെ പേടിയായിപ്പോയി എനിക്ക്. ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് വെച്ച് അവരെ ജോലിക്ക് വിടാതിരിക്കാൻ പറ്റുമോ? ഇല്ല, അതൊന്നും ഞാൻ തടയില്ല. പക്ഷേ സ്വാമിനിയമ്മ പറഞ്ഞതുപോലെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ അവരുടെ പേരിൽ പൂജയും വഴിപാടും ഒക്കെ മുടങ്ങാതെ ചെയ്യണം. ആതിരയുടെ ആരാധ്യയുടെയും കാര്യത്തിൽ
ഞാൻ ഇനി കൂടുതൽ ശ്രദ്ധിക്കാൻ തീരുമാനിച്ചു. അവരുടെ രണ്ടാളുടെയും കാര്യത്തില് തന്റെ ശ്രദ്ധ മാത്രമല്ല, ഇനി മുതല് ഒരു ഏട്ടന്റെ കരുതലൂടെ ഉണ്ടാവും. സ്വാമിനിയമ്മ പറഞ്ഞ പഞ്ചരത്നങ്ങളുടെ രക്ഷയ്ക്കായി ദൈവം അയച്ച ആ ഒരാൾ ഒരുപക്ഷെ അഭിമന്യുവായിരിക്കും. അന്ന് എനിക്കറിയില്ല. പക്ഷേ തന്റെ കൂടപ്പിറപ്പുകളെല്ലാരും എനിക്കെന്റെ അച്ഛനെ പോലെ ആ ഉത്തരവാദിത്തം എന്റെ മനസ്സിൽ എന്നും ഉണ്ടാവും. അപ്പൊ ഞാനോ? എടോ, താനാണ് ഞാൻ, ഞാനാണ് താൻ. വിണ്ണിലെ താരമേ, എന്നുമെൻ നെഞ്ചിലെ ശ്വാസമേ, തൂമന്ദഹാസം ചിന്തകളിൽ ചെന്താമരപ്പൂവായി മാറുകയായി. നീ തന്നിതെന്നിൽ മായാപ്രപഞ്ചം, ഞാൻ നിഴലായ പിന്നെന്തേ എന്തേ മുല്ലേ കന്നിവേൽ വന്നേ ചാരേ, പിന്നെന്തേ ഓമൽ ചുണ്ടിൽ പുഞ്ചിരിത്തേൻ പെയ്തിലെന്തേ. എടി, നമ്മൾ രണ്ടുപേരും ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞാ നമ്മുടെ ഔഷധ സസ്യങ്ങൾ ആര് നോക്കും? അത് ശ്രീദേവി ചേച്ചി നീന ചേച്ചിയും കൂടെ നോക്കിക്കോളും. നോക്കിയേ, സിസിലേച്ചി എന്തിനാ കുഴി മാന്തുന്ന? വന്നേ. എന്ത് പണിയാ ചേട്ടത്തി കാണിച്ചേ? ഞങ്ങൾ നട്ട ഔഷധ സസ്യങ്ങളുടെ വിത്തുകള് എന്തിനാ മാന്തി എടുത്തേ? അതെ, നിങ്ങൾ നട്ട വിത്തുകളൊക്കെ മുളച്ചോന്നറിയാൻ മാന്തി നോക്കിയതാ. എന്തേ, ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അങ്ങനെ വിത്തെടുത്ത് നോക്കാൻ മാത്രം മണ്ടിയല്ല സിസിലിയടത്തി. ഇതിൽ എന്തോ കള്ളത്തരമുണ്ട്. പോലീസ് മൊറയിലൊന്ന് ചോദ്യം ചെയ്താ ഇവര് മണി പോലെ സത്യം പറയും. എന്നാ നീ തുടങ്ങിക്കോ. സത്യം പറ, എന്താ നിങ്ങൾ ഇവിടെ ചെയ്തോണ്ടിരുന്നത്? സത്യം പറയുന്നതാ നിങ്ങളുടെ ശരീരത്തിന് നല്ലത്. ഞാൻ സത്യം പറയാം. എന്റെ നെക്ലേസ് ഞാൻ ഇവിടെ എവിടെയോ കുഴിച്ചിട്ടു. എവിടെയാണെന്ന് ഞാൻ മറന്നുപോയി. നെക്ലേസ് കുഴിച്ചിടുകയോ? എന്തിനത് കുഴിച്ചിട്ടത്? അതെ, കാണുന്നവർക്കൊക്കെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആരും കണ്ണു വെക്കണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ ഇവിടെ കുഴിച്ചിട്ടത്. എന്തായാലും കുഴിച്ചിട്ടത് എവിടെയാണെന്ന് അറിയാത്ത സ്ഥിതിക്ക് അത് നഷ്ടപ്പെട്ടു എന്ന് കരുതിയാ മതി. ഇനിയിപ്പൊ അതിന്റെ മേലെ ആരും കണ്ണു വെക്കില്ലല്ലോ. അയ്യോ വേണ്ട, അത് ഞാൻ അത്രയും ഇഷ്ടപ്പെട്ട് വാങ്ങിയതാ. അത് നഷ്ടപ്പെടുത്തി കളയാൻ എന്നെ കൊണ്ട് പറ്റില്ല. എങ്ങനെയെങ്കിലും നിങ്ങൾ അതെനിക്ക് കണ്ടുപിടിച്ച് തരണം. അത് ചേട്ടത്തെ ഏതോ ഫാൻസി കടയിൽ നിന്ന് വാങ്ങിയ റോൾഡ് ഗോൾഡ് അല്ലേ? അതങ്ങ് പോട്ടേന്ന് വെക്ക്. ആഹാ, എനിക്കത് പോട്ടേന്ന് വെക്കാൻ പറ്റില്ല. എനിക്കത് കിട്ടിയേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ ചത്തുകളയും. ഷെടാ, ഇത് വലിയ കുരിശായല്ലോ. ചേട്ടത്തി വിഷമിക്കണ്ട, നെക്ലേസ് ഞങ്ങൾ കണ്ടുപിടിച്ചുതരാം. തന്നേ പറ്റൂ. ഇനി മാന്തൻ 2-3 കുഴികളും കൂടെയല്ലേ ഉള്ളൂ. ദാ ഈ കാണുന്ന രണ്ടാമത്തെ കുഴിയില് ചേട്ടത്തിയുടെ മാലയുണ്ട്. അയ്യോ, ഈശോയെ കിട്ടിയേ. ആരാധ്യ മോള് പോലീസ് ഉദ്യോഗത്തിൽ നല്ല പോലെ ശോഭിക്കും.
താങ്ക് യു. അല്ലെങ്കിൽ പിന്നെ ഇത്ര കൃത്യമായി കണ്ടുപിടിക്കോ? അതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ട ചേട്ടത്തി. കുഴിക്കാൻ ബാക്കിയുള്ള കുഴികളില് ഒന്ന് ഞങ്ങള് കുഴിച്ച കുഴിയല്ല എന്ന് തിരിച്ചറിയാനേ ഏത് പോലീസായിരിക്കും പറ്റും. എന്തായാലും ഞാൻ ഇത് കൊണ്ടുപോയി വെള്ളത്തിലിട്ട് വെക്കട്ടെ, അല്ലെങ്കിലേ മണ്ണും ചളിയും പോയില്ല മക്കളെ. ഈശ്വരേ, ഈ ചേട്ടത്തിക്ക് ഇത്രയും ബുദ്ധിയില്ലേ? കുഴിച്ചിടാൻ കണ്ടൊരു സാധനമേ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.